ഹലോ ഗൈസ്, വെൽക്കം ടു ദുബായ് കാൽഫോർട്ടൈൻ വ്ളോഗ്സ്. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളെ പുതിയ ടീഷർട്ടല്ലോ, പുതിയ കന്നഡ നമ്മളെ ഷാനി ബ്രോ കുവൈത്ത് നിന്ന് ഇറക്കിയാണ്. സീക്കേണ്ട സാധനമാണ്. താങ്ക് യു ഷാനി ബ്രോ കുവൈത്ത്. അപ്പോൾ നമ്മളിന്ന് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണം. കുറേ ആയല്ലോ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയിട്ട്. അപ്പോൾ നമുക്കിന്ന് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാം. സ്ഥലം എവിടെയെന്നില്ല, ഏകദേശം ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മളെ റോഷുബായിൻ്റെ കൂടെ. ഷുബൈർ ഹായ് കൊടുക്കും. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി പോയിട്ട് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയാണ്. അപ്പോൾ എവിടത്തേക്കാ പോകുന്നതെന്നുള്ളത് ഞാനൊരു ക്ലൂ തരാം. ഏഷ്യൻ രാജ്യമാണ്. കറക്റ്റ് കൺട്രി ഏതെന്നില്ല ഞാൻ ലാസ്റ്റ് പറയാം. അപ്പം കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനുള്ളിൽ നമ്മളൊരു ചെക്കിനും കാര്യങ്ങളും ചെയ്തിട്ട് ഏകദേശം ഒന്ന് സെറ്റായിട്ട് വരാം കേട്ടോ. ഓക്കെ, അങ്ങനെ കൊച്ചി എയർപോർട്ടിൽ ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റായി, ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഇനി നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് വിടും. ഓക്കെ, പിടിച്ചാൻ കുറച്ച് മുന്നോട്ട് പിടിച്ചാൻ. അപ്പോൾ ഏകദേശം എനിക്ക് ഒരു സീറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ സെക്കൻഡ് റോയിലാണ് എനിക്ക് സീറ്റ് തന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു മുൻഗണന ഉണ്ടായിരുന്നു ഫ്ലൈറ്റിൽ. ഏകദേശം അവൻ്റെ കൂടെ ഉണ്ടായ ചങ്ങായിക്ക് ബാക്കിലാണ് കൊടുത്തിനെ, പക്ഷെ അവന് കുറച്ച് ഡിലേ ആയി. അപ്പോൾ ഏകദേശം എനിക്ക് കിട്ടിയ സീറ്റ് ഇതാണ് വരുന്നത്. ഈ ഒരു 3 സീറ്റുണ്ടാ. അപ്പോൾ റോയിൽ 3 മൊത്തമായിട്ട് എനിക്ക്. നീ എന്തെങ്കിലും കഴിക്കൊണ്ടേ തന്നു. Insert the metal tip into the buckle and tighten the belt by pulling on the buckle strap. To unfasten, lift the metal flap. അപ്പോൾ അതില പിടിച്ച പോവാ. അപ്പോൾ എങ്ങനെ കൊച്ചിയിൽ നിന്നാലും ഫ്ലൈറ്റ് ഇളക്കിയിട്ടാ. അപ്പോൾ ഏകദേശം കൊച്ചിയിലെ മുകളിലെ കാഴ്ചകൾ കാണണമെങ്കിൽ നോക്കുമ്പോഴത്തേക്ക് മഴയുണ്ട്, ലേശം ബ്ലറാണ്, ശരിക്കും ഫോക്കസ് ആകുന്നില്ല. ഒരു മിന്നാമിന്നി പോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ആ ഒരു കാഴ്ചയെ കാണാൻ പറ്റും. ഏകദേശം കുറച്ച് മുകളിലെത്തി കഴിഞ്ഞിട്ട് എന്താക്കി, ഞാനൊന്ന് താച്ചി അവിടെ ഒന്ന് കടന്ന് ഉറങ്ങിയെന്ന് എണീക്കുമ്പോഴത്തേക്ക് കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തി. അതിൻ്റെ മുകളിലെ കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കൊന്നും ഉറങ്ങാനൊന്നും പറ്റിയില്ല. നല്ല കുരുക്കലും ഉണ്ടായിന്, പക്ഷേ ഒരു ചെറിയൊരു മയക്കം അത്ര വേണമെങ്കിൽ പറയാം. നല്ല ഏകദേശം ഒന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു 4.5 മണിക്കൂർ അങ്ങനെ എന്തോ ഡിഫറൻസ് ഉണ്ടായിന്ന് തോന്നുന്നു. കുറച്ച് നല്ല ദൂരം ഉണ്ടായിന്. മുമ്പ് തന്നെ സീറ്റ് കിട്ടിയതുകൊണ്ട് വലിയ അലമ്പൊന്നും ഉണ്ടായിട്ടാണെന്നും പറയാം. അപ്പോൾ അങ്ങനെ അൽഹംദുലില്ലാ അമ്മ ഇതാ കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ എന്താ അവസ്ഥയെന്ന് നോക്കി നോക്കാം. ഓക്കെ, അൽഹംദുലില്ലാ അങ്ങനെ മലേഷ്യയിലാണ് എത്തിയേട്ടാ. കാര്യം നിങ്ങളോട് പറയാം, ഇതാണ് മലേഷ്യ. അപ്പം അൽഹംദുലില്ലാ ചോരയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ കഴിഞ്ഞു. എല്ലാം പറഞ്ഞ് പേടിപ്പിച്ച് നീളെ ഇറങ്ങുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറിച്ചാന്ന് എന്തെല്ലോ ഉണ്ടായിരുന്നു. പക്ഷെ എന്നോടൊന്നും ചോദിച്ചില്ല. അൽഹംദുലില്ലാ പഠിച്ച സഹായിച്ചൊന്നുമില്ല. വേറെ മലേഷ്യൻ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. പുറത്തിറങ്ങിയിട്ടാണ് ഇപ്പം എന്നുള്ള അവസ്ഥ നമുക്ക് നോക്കി നോക്കാം. അങ്ങനെ മലേഷ്യയിലെത്തി നമ്മളിങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇരിക്കുന്നുണ്ട്. ബസ് സ്റ്റേഷനിലേക്ക് പോകാനൊക്കെയാണ്. ബസ്സിനാണ് നമ്മളെ സ്ഥലത്തേക്ക് പോകേണ്ടത്, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക്. അപ്പോൾ ഇവിടെ സമയം 7:30 അതിനത്ര. അപ്പോൾ നമ്മുടെ നാട്ടിലെ ടൈമായിട്ട് 2.5 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട്. ബസ്സിൻ്റെ ടൈമായിട്ട് അതൊന്നും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ബാക്കി വിശേഷങ്ങൾ കാണാം. സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, മലേഷ്യയിൽ വന്നിട്ടുള്ള ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതിൻ്റെ പേര് നാസിലമ്മ. ഇതൊന്ന് ചോറാന്ന് തോന്നുന്നു. ചോറ്, ഉണക്ക്, കടല, കുട്ട, പിന്നെന്തൊരു കറി, പിന്നെ ഒരു കട്ടൻ ചായ. ഒന്നും നോക്കണ്ട, ഇന്നലെ തന്നെ ഗൈസ് കുറച്ച് സ്റ്റീലാണ് ഗൈസ്. ഇന്ന് ഉണക്കിൻ്റെ കട്ട പോലത്തെ ഒരു സാധനം നോക്കില്ല. അതിനൊത്തൊന്നും ആയിട്ടപ്പോയാലും അടുക്കഷ്ണം ഒന്നും അറിഞ്ഞോളാം. ഇതാണ് കഴിയുന്നില്ല. നമുക്ക് അറിയുന്ന 2-3 ആളുണ്ട്. പുട്ട്, പത്തിരി, കടല,
ഒന്നുണ്ട് നോക്കട്ടെ നല്ല വിശപ്പുണ്ട്. ബസ്സിൻ്റെ ടിക്കറ്റ് എടുത്തു. ഏകദേശം ഒരു 4 മണിക്കൂർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. 10:30 വിട്ട് കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ. ഏകദേശം ഒരു 62 റിങ്കിറ്റ് വരും. ഒരു റിങ്കിറ്റിന് ഒരു 18 റുപ്യ വെച്ചിട്ട് കൂട്ടിക്കോ. അപ്പോൾ നമ്മളെ ബസ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബസ് കേട്ടോ. ഗൈസ് ബസ്സിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഏകദേശം നമ്മൾ ബസ് വിട്ടിട്ട് ഏകദേശം ഒരു 12 മണിയാകുമ്പോൾ ഉണ്ടല്ലോ ഒരു സ്ഥലത്ത് വന്ന് നിർത്തി. അപ്പോൾ ചങ്ങനെ വന്ന് ടോയ്ലറ്റ് ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാനുള്ളവർ എല്ലാം കഴിച്ചിട്ട് വന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ട കുറേ ട്രക്ക് പോലത്തെ നമ്മളെ സംഭവം ഇല്ലത് ഫുഡ് ട്രക്കില്ല അതുപോലെ നിരക്കുക. അവിടെ ടോയ്ലറ്റ് ഇടാൻ ലൈനിൽ നിരക്കിയതല്ല സംഭവം. എന്നാൽ കഴിക്കണ്ടെന്ന് പറഞ്ഞൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ അന്താളിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നാ കഴിക്കേണ്ടത്. അപ്പോൾ കുറേ ബസ് വന്നു ഇവിടെ, ധാരാളം ബസ്സുകൾ വന്നു. ഫുൾ തക്കടനെ കൊണ്ടൊരു കളിയാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. 3 മണിയായി. 10:30 കുട്ടിയാണ് നടന്നത്. അതാണ് ലാർക്കിൻ സെൻറ്ററിൽ. നമ്മളെ ചങ്ങായി കൂട്ടാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് കാത്തുക. അവസാനം നമുക്ക് ഏകദേശം നല്ല വിശപ്പൊന്നും എന്ന് വെച്ചാൽ രാവിലെ ആണെന്ന് എയർപോർട്ടിൽ നിന്ന് കഴിച്ചതല്ല, അതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ റോഷുവേറിന് നമുക്കിവിടെ ലാർക്കിനിലൊരു ഹോട്ടലിൽ അടപ്പ് വന്നു പറഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് കയറി. അപ്പോൾ ബെല്ല ബുർജ് ഖലീഫിന് കണക്കത്തെ ഒരു മിലോയ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മിലോയ്സ് നമുക്കൊന്ന് കുടിച്ചു നോക്കാം. എനിക്ക് ഈ മിലോയ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നാട്ടിൽ നിന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കലുണ്ട്. സൂപ്പർ. ഇതാ റോഷുബായി പറഞ്ഞ മുർത്തബ അയാം എന്ന് പറഞ്ഞാൽ കോഴി. അപ്പോൾ സാധനം ഒന്ന് നോക്കി നോക്കാം. നമ്മുടെ നാട്ടിലെ മുർത്തബ ഇത് 2 കറി തന്നെയാണ്. അല്ല കഴിഞ്ഞു വിശപ്പുണ്ടാകണോ അറിയില്ല. മുർത്തബ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല പൊള്ളൻ മോണ് കണ്ണിന്ന് വെള്ളം വന്നു. കുറേ നേരം കട്ട പോസ്റ്റാക്കിയിട്ട് പെടുന്നോ വന്നു. അസ്സലാമലൈക്കും. ബാക്കി നമ്മൾ വയ്യ പറയാട്ടാ. മലേഷ്യ ജോബാറുലെത്തി നമ്മളെ ഏകദേശം അങ്ങനെ റൂമിലെല്ലാം പോയിട്ട് ഫ്രഷ് ആയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ മൂശൂർ പറഞ്ഞാൽ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം ജോർബാറു ടൗണിലെല്ലാം. ആ കാണുന്ന സിംഗപ്പൂരാണ് കേട്ടോ, ആ കടലിൻ്റെ അപ്പുറം കാണുന്നത്. അപ്പോൾ ഏകദേശം ആ ഭാഗത്തെല്ലാം കറങ്ങി അമ്മ ജോറ് ടൗണിലെത്തിയിട്ട് പിന്നെ പറഞ്ഞാൽ നമുക്ക് നമ്മളെ സുൽത്താൻ്റെ പാലസ്, ഇത് ഈ കാണുന്നത് സുൽത്താൻ്റെ പാലസാണ്. പാലസ് എന്നിട്ട് ഓരോ സംഭവം ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഇങ്ങനെ ടൗണിലൊരു നൈറ്റ് ഔട്ട് ഇങ്ങനെ പോയേന്ന്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ പറഞ്ഞ സുൽത്താൻ്റെ തൊപ്പി ഉണ്ട് ഇതാ. ഞാൻ പറഞ്ഞാൽ പിന്നെ സുൽത്താൻ്റെ തൊപ്പി കാണുന്നതാണ്. സുൽത്താൻ്റെ തൊപ്പിയെല്ലാം കണ്ട് ഇങ്ങനെ പോയിട്ട് പറഞ്ഞ എന്തെങ്കിലും ഡിന്നർ കഴിക്കാം. ഡിന്നർ എന്നാണ് സംഭവം? ഇത് അയാം എന്ന് പറഞ്ഞാൽ ചിക്കൻ അല്ലേ? ഇതിലും മറ്റേ സാധനം ഇട്ടിട്ടുണ്ടല്ലോ. ഇത് ലിമോയ്സ് പോലും. ലിമോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നാരങ്ങളത്തിൽ ഐസെല്ലാം ഇട്ടിട്ടുള്ള സംഭവം തന്നെ. അപ്പോൾ ഒന്നും നോക്കണ്ട, കുടിക്കലേ. അപ്പോൾ എന്നാൽ പിന്നെ ഡിന്നർ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഏകദേശം ഡിന്നർ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ ഇനിയിടങ്ങ് അടങ്ങാൻ തോന്നുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലോങ് യാത്രയായി പോയി. പുറക്കുന്ന ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് പിറ്റേന്ന് വൈകുന്നേരമാണ് റൂമിലേക്ക് എത്തുന്നത്. ഭയങ്കര ഓട്ടമായി പോയി. നല്ലൊരു യാത്രാക്ഷീണമുണ്ട്. ഇടം പോയി കിടക്കാമെന്ന് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെ പുതിയാപ്പിളുണ്ട് മിസ്റ്റർ ഷിയാബ് വെള്ളാപ്പ്. അപ്പോൾ പുതിയാപ്പിള മാത്രമല്ല നമ്മളെ കളിക്കൂട്ടുകാരൻ, പിന്നെ കൂടെ പഠിച്ചത്, അങ്ങനെ ആയിട്ടുള്ള ഒരു ബന്ധം കൂടിയുണ്ട്. അപ്പോൾ മൂപ്പർ റൂമിലേക്ക് തന്നെ പോയെന്ന്. അപ്പോൾ ഇൻഷാല്ലാ നോക്കിയിട്ട് വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. എന്നാൽ പിന്നെ ഇറ്റ്സ് മീ ലുബൈ കെൽഫുഡിൻ. ബൈ ബൈ.